വിമാനത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നല്ല, രണ്ട് സംഭവങ്ങൾ പറയാനുണ്ട്. ഒന്ന്, എങ്ങനെ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ അത്ഭുതങ്ങളുണ്ടല്ലോ, അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷേ ഈ അത്ഭുതങ്ങൾ അവിശ്വസനീയമായിട്ട് മാറുന്ന കഥകൾ അപൂർവമാണ്. ഇതൊരു 9 വയസ്സുകാരൻ്റെ കഥയാണ്. അവൻ കാബൂളിൽ നിന്ന് ദില്ലിയിലേക്ക് വരുന്നൊരു ഫ്ലൈറ്റ്. അവൻ കാബൂൾ ഹമീദ് കർസായി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഈ വിമാനം KM എയറിൻ്റെ ഫ്ലൈറ്റ് നമ്പർ RQ4401 എയർബസ് 430 വിമാനമാണ്. ഈ 9 വയസ്സുള്ള പയ്യനാണ്, കൊച്ചു പയ്യൻ. അവൻ പതുക്കെ ഹമീദ് കർസായി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കയറി, ഒരാളും കാണാതെ കയറി. എന്നിട്ട് ഇവൻ നേരെ വന്ന് വിമാനം താഴത്തോട്ട് ഇറങ്ങുമ്പോൾ വിമാനത്തിൻ്റെ വീലുകൾ അറിയാമല്ലോ, വീലുകൾ വിമാനം പൊങ്ങുമ്പോൾ അകത്തേക്ക് കയറിപ്പോകും, കാണത്തില്ല. താഴുമ്പോൾ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അത് ഇറങ്ങി വന്നിട്ട് ആ വീലുകളിലാണ് വിമാനം നിൽക്കുന്നത്. അപ്പോൾ ഈ വീലുകൾ അകത്തേക്ക് കയറുന്ന ഒരു അറയുണ്ട്. നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിന്മാറുമ്പോൾ കണ്ടതാണ്, ചില ആളുകൾ അവിടെ അതിനകത്ത് കയറിയിരുന്നു, വിമാനത്തിൻ്റെ ചിറകിൽ കയറിയിരുന്നു ഒക്കെ പറക്കാൻ നോക്കുന്നത്. അതെ അതെ, രക്ഷപ്പെടാൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയത്. അതുപോലെ ഈ പയ്യൻ കഴിഞ്ഞ ഞായറാഴ്ച ഈ വിമാനം വന്ന് ഈ ഡൽഹിയിലേക്കുള്ള, കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് വന്ന് നിന്നപ്പോൾ ഈ 9 വയസ്സുകാരൻ, അവൻ്റെ പേര് പറയുന്നില്ല, ചെറിയ കുട്ടിയായതുകൊണ്ടാണ്, ഇവൻ നേരെ വന്നിട്ട് വിമാനത്തിൻ്റെ പിന്നിലെ ചക്രം കയറിപ്പോകുന്ന ആ ഗ്യാപ്പുണ്ടല്ലോ, അവിടെ കയറിയിരുന്നു. ആരും അറിഞ്ഞില്ല. വിമാനം പറന്നുയർന്നു, വീല് വന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുമ്പോൾ സാധാരണ അങ്ങനെ വിമാനത്തിൻ്റെ ഈ ചക്രങ്ങൾ കയറുന്ന ഈ അറയ്ക്കകത്ത് കയറിയിരുന്ന സംഭവിക്കുന്ന വീലുകൾ വന്ന് തിരിച്ചു കയറുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ ഞെങ്ങിച്ചത്തും, അവങ്ങിച്ചത്തും. രണ്ടാമത്തെ സാധ്യത, വിമാനം പറക്കുകയാണ്. വിമാനം പറക്കുമ്പോൾ വിമാനത്തിൽ കയറി നമുക്ക് പ്രഷർ വേരിയേഷൻ ഉണ്ടാവും അല്ലേ? അതെ അതെ, നമ്മളപ്പോൾ ചെവിയിലൊക്കെ ഉണ്ടാവും, ചില ചെവി അടച്ചു വെക്കും, പഞ്ഞി വെക്കും, ചെവിക്കകത്ത് വേദന ഉണ്ടാവും, പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. അതിനെ അതിജീവിക്കാൻ അകത്ത് നമുക്ക് കഴിയും. എയർ കണ്ടീഷണറും പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംവിധാനമൊക്കെ വിമാനത്തിനകത്തുണ്ട്. പുറത്ത് ഈ ക്യാബിൻ എന്ന് പറയുന്ന പുറത്താണ്, അതിനകത്ത് ഇതൊന്നുമില്ല. അപ്പോൾ പ്രഷർ വേരിയേഷൻ കൊണ്ട് മരിച്ചു പോവാം. മൂന്നാമത്തെ കാര്യം, വിമാനം പറക്കുമ്പോൾ 30,000 അടി മുകളിലൊക്കെ ആയിരിക്കും വിമാനം പറക്കുന്നത്. അപ്പോൾ അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് മിക്കവാറും വിദഗ്ധർ പറയുന്നത് -40 മുതൽ -60 വരെയൊക്കെ തണുപ്പ് മാറാം. അതിന് ഒരു മനുഷ്യന് അതിജീവിക്കാൻ പറ്റില്ല. നമ്മളറിയാം, ഈ പാല്, ഫ്രീസറിൽ വെച്ച പാല്, കട്ടയാവുന്ന പാലുണ്ടല്ലോ, അതെടുത്ത് കയ്യിൽ എത്ര മിനിറ്റ് പിടിക്കാൻ പറ്റും? പറ്റില്ല. നമുക്ക് കുറേ കഴിയുമ്പോൾ കയ്യിൽ നിന്ന് നമ്മൾ കളയും എന്ന് പറയുന്ന പോലെ അത്രയും വലിയ തണുപ്പ്. ഈ 3 പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ചിട്ടാണ് ഈ കുട്ടി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞായറാഴ്ച രാവിലെ 10:20 വിമാനം ലാൻഡ് ചെയ്ത് ആളുകളൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പതുക്കെ ഇതിലൂടെ നൂണ്ട് താഴെ ഇറങ്ങി ടെർമിനൽ 3 നടന്നു പോകുന്നത് ഗ്രൗണ്ട് ക്രൂ കണ്ടു, ഗ്രൗണ്ട് ക്ലിയറിംഗ് സ്റ്റാഫ് കണ്ടു. അവർ പിടികൂടി CISF കൈമാറി. അപ്പോൾ CISF നോക്കുമ്പോൾ കൊച്ചു പയ്യനാണ്, 9 വയസ്സുള്ളവനാണ്. അവനെതിരെ കേസെടുക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എന്ത് ക്രൈം ചെയ്താലും ക്രൈമല്ല. അപ്പോൾ ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചോദിച്ചു, നീ എന്താ പരിപാടി? അവൻ പറഞ്ഞു, ഞാൻ ഇറാനിലേക്ക് പോകാൻ വന്നത്, ഇറാനിലേക്കുള്ള വിമാനമാണെന്ന് കരുതി കയറിയതാണ്. വിമാനം മാറിപ്പോയി. അല്ല, നമ്മളിത് ചിരിക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. അപ്പോൾ നോക്കൂ, അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്ന 9 വയസ്സുള്ളൊരു കുട്ടിക്ക് പോലും എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാവും. തിരിച്ചറിവ് പൂർണ്ണമായിട്ട് എത്തി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു തിരിച്ചറിവ് പൂർണ്ണമായി എത്തി. കാരണം എന്നെപ്പോലെയുള്ള കുട്ടികൾക്ക് വളർന്ന് വലുതാകാൻ പറ്റുന്ന ഒരു രാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ. കാരണം അവിടെ മതഭീകര ഭരണകൂടം ആണുള്ളത്. അത് നമ്മുടെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധമാണ്, അത് ജിയോ പൊളിറ്റിക്സ്. പക്ഷേ അവിടുത്തെ താലിബാൻ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം ഇന്ന് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ വനിതകൾ എഴുതിയ പാഠങ്ങളും പുസ്തകങ്ങളും പിൻവലിക്കുകയാണെന്ന്. ഇന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വാർത്തയുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പേ ഈ സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞു, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചിട്ട് വിസ്ഡം എന്നുള്ള പരിപാടി നടത്തിയപ്പോഴാണ് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ എഴുതിയ പാഠങ്ങളൊക്കെ നീക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ ടൈംസ് ഓഫ് ഇന്ത്യയിലോ വാർത്തയുണ്ട്. അപ്പോൾ ഏതായാലും ഈ പയ്യൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇറാനിൽ പോയാൽ എനിക്കറിയില്ല, അഫ്ഗാനിസ്ഥാനേക്കാളും ഭേദമാണോ ഇറാൻ? അല്ലേ, അഫ്ഗാനിസ്ഥാനേക്കാളും ഭേദമാണെന്ന് തോന്നുന്നു ഇറാൻ. കുറച്ചുകൂടെ അഫ്ഗാനിസ്ഥാനും ഈ താലിബാൻ എന്ന് പറയുന്നത് സുന്നികളാണ്, ഇറാൻ ഷിയകളാണ്. പക്ഷേ താലിബാനെ ഇറാൻ സഹായിക്കുന്നുണ്ട്.
അത് ഈ ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ളൂ ജിയോ പൊളിറ്റിക്സിൽ. സുന്നി ഷിയ, ഇപ്പോൾ ഇറാൻ ഹമാസിനെ സഹായിക്കുന്നു അല്ലേ, സുന്നികളെ ഷിയ സഹായിക്കുന്നു എന്നൊക്കെ പറയാം. അവരുടെ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. ഏതായാലും ഈ പയ്യൻ അവിടെ നിന്ന് കുഞ്ഞു ചെറുക്കൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പക്ഷേ ആളുകൾ അത്ഭുതപ്പെടുന്നത് എങ്ങനെ 90 മിനിറ്റാണ് ദൂരം കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നു വരാം. 90 മിനിറ്റ്. ഒന്ന് ആദ്യത്തെ അപകടം, റിയർ വീലുകൾ, പിൻഭാഗത്തെ ചക്രങ്ങൾ പൊന്തി അകത്തേക്ക് ആ ചേംബറിലേക്ക് കയറുമ്പോൾ അവിടെ ഇരിക്കുന്ന ഇവൻ ഞെങ്ങി ചത്തുപോവാതിരുന്നത് അത്ഭുതം. അത് ചിലപ്പോൾ പറയും ഇവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ്റെ ശരീരത്തിൻ്റെ സൈസ് കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചായിരിക്കും. കഴിഞ്ഞ ദിവസം ഇതൊരു വാർത്ത ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോന്നറിയില്ല. ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിനകത്ത് എന്തോ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ട്രെയിനിലെ ഗാർഡ് റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി പാളത്തിനടി കിടന്ന് അടിയിൽ എന്ത് പറ്റിയത് പരിശോധിക്കാൻ കയറി. ബാക്കി ടൊക്കിക്കൊണ്ട് ട്രെയിനിലെ ഗാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിലത്തെ ബോഗില്ല, പുള്ളിയാണ് പച്ച ലൈറ്റൊക്കെ കാണിക്കുന്നത്. അങ്ങേര് ട്രെയിനിൻ്റെ അടിയിലിട്ട് കയറി നിൽക്കുമ്പോൾ ട്രെയിൻ അങ്ങ് മൂവായി. പുള്ളി അതിനടി കിടന്ന് വാക്കി ടോക്കിലൊക്കെ വിളിച്ചിട്ടും ട്രെയിൻ നിന്നില്ല. അവസാനം ആളുകൾ കണ്ടു നിന്ന് ആളുകൾ ബഹളം വെച്ചപ്പോഴാണ് ഗാർഡ് അടിയിലാണെന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്ത് പറ്റി, അനങ്ങാതെ ഈ ട്രെയിനിൻ്റെ അടിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ചില ഭാവങ്ങളുണ്ട്. അത് ദേഹത്ത് മുട്ടാതെ പതുങ്ങിക്കിടന്നാൽ രക്ഷപ്പെടാം. ഈ റെയിൽവേ ട്രാക്ക് പ്ലാറ്റ്ഫോമിൽ ഞാനൊരിക്കൽ പുറമൺ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ടത് കാഴ്ചയാണ്. ഒരാൾ ഓടി വന്ന് ട്രെയിനിൽ കയറാൻ ശ്രമിച്ചു, പെട്ടെന്ന് കാല് വഴുതി പ്ലാറ്റ്ഫോമിൻ്റെ ഗ്യാപ്പിലേക്ക് പോകുന്നു. ഞെട്ടിപ്പോയി എല്ലാവരും, ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ. പക്ഷേ ഈ മനുഷ്യൻ അവിടെ അനങ്ങാതെ കിടന്നു. അവിടെ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുക വീഴുമെന്നറിയുക. വീണ് കഴിയുമ്പോൾ നമ്മൾ എണീക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ട്രെയിനിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ ലാഡർ പോലെ അടിയിലേക്ക് പിന്നെയും 2-3 സ്റ്റെപ്പുണ്ട്. ഇതിൽ വന്ന് ഇടിച്ചിട്ടാണ് മരിക്കുക. അവിടെ വീല് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രാക്കിനോട് പറ്റിച്ചേർന്ന് കിടന്നാൽ, തല പോലും ഉയർത്താതെ എത്രത്തോളം മണ്ണിനോട് പതുങ്ങിക്കിടക്കാമോ അത്രയും കിടന്നാൽ രക്ഷപ്പെടും. ഇതാർക്കും അറിയത്തില്ല. പരിഭ്രമിച്ച് എന്ത് ചെയ്യും, നമ്മൾ എണീക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് അപകടം പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വീണിട്ട് പമ്മിക്കിടക്കാൻ നോക്കണ്ട. ഓടുന്ന ട്രെയിനിൽ കയറാതിരിക്കുക, ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ഒരു ട്രെയിൻ വിട്ടാൽ അടുത്ത ട്രെയിനിൽ കയറാം. ജീവിതകാലം ഒരുപാട് ട്രെയിനിൽ സഞ്ചരിക്കാൻ പറ്റും. ഒരു സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാം. പക്ഷേ ഓടുന്ന ട്രെയിനിൽ ഇറങ്ങിയാൽ ആ ട്രെയിൻ യാത്രയോടുകൂടി പിന്നെ ഒരു സ്റ്റേഷനിലും ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ABC പറഞ്ഞു തന്നിട്ടുണ്ട്, പമ്മി കിടന്നാൽ മതി എന്ന് എഴുതിയിട്ട് എന്നാരും പരീക്ഷിക്കരുത്. അപ്പോൾ ഏതായാലും ഇത് വലിയ അത്ഭുതമാണ്. അതിനുശേഷം ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ, മൈനറല്ലേ ഈ പയ്യനെ അന്ന് വൈകുന്നേരം ഇതേ വിമാനം 3:31 തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കെട്ടി ഇവനെ തിരിച്ചയച്ചു. അപ്പോൾ നമ്മൾ ഈ ശരിക്കും ഈ ദൈവം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ടല്ലോ. ഈ പയ്യൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിനകത്ത് ഈ 3 അപകട സാധ്യതകളും, 1 പ്രഷർ വേരിയേഷൻ, 2 ഈ വീല് തിരിച്ച് ചേംബറിലേക്ക് കയറുമ്പോഴുള്ള ജാമാവുന്ന അപകടം, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. 3-ാമതാണ് ഏറ്റവും വലിയ മിറാക്കിൾ. ഇവനൊരു ക്ഷീണവും ഇല്ലായിരുന്നു, ഇവൻ കൂളായിട്ട് ഇറങ്ങിപ്പോന്നു. അവന് ഈ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം -40 -60 വരെയൊക്കെ 30,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ ഉണ്ടാവുന്ന താപനിലയിലുള്ള വ്യത്യാസം സാധാരണ ഒരു 2-3 മിനിറ്റിനാവും അതിജീവിക്കത്തില്ല പറയുന്നത്. അപ്പോൾ 3 മിനിറ്റിനപ്പുറത്തും അതിജീവിക്കത്തില്ല എന്ന് മെഡിക്കൽ സംഘം പറയുന്ന കാലാവസ്ഥ അതിനെ അതിജീവിച്ച് 90 മിനിറ്റ് ഇവൻ ആ ചേംബറിലിരുന്നു. അവൻ ഈ 90 മിനിറ്റുള്ള യാത്രയിൽ എങ്ങനെ ജീവനോടെ അവിടെ തിരിച്ചിറങ്ങി എന്നത് മെഡിക്കൽ രംഗത്ത് അത്ഭുതപ്പെടുത്തുകയാണ്. 2-ാമത്തെ പ്രശ്നം നോക്കൂ, കാബൂളിൽ നിന്ന് വിമാനം പറക്കുന്നു. ഈ കാബൂളിലെ ഏതെങ്കിലും തീവ്രവാദി സംഘം ഈ കുട്ടിയുടെ ദേഹത്ത് ഒരു ബെൽറ്റ് ബോംബോ എല്ലാം വെച്ച് കെട്ടിയിട്ട് വിട്ടിരുന്നെങ്കിലോ? നമ്മൾ നേരത്തെ ചിരിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് ഹമീദ് കർസായി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കാബൂളിലെ വിമാനത്താവളത്തിൽ സംഭവിച്ചത്. അവൻ സെക്യൂരിറ്റി ചെക്കുകളെല്ലാം മറികടന്ന് അവൻ വിമാനത്താവളത്തിൽ കയറി, ടെർമിനലിൽ വന്നു, ടാർമാർക്കിൽ വന്നു. എന്നിട്ട് വിമാനത്തിൻ്റെ അടുത്തെത്തി, ആരും കണ്ടില്ല. അതിൻ്റെ അകത്തോട്ട് കയറി ചേംബറിലിരുന്നു, ആരും അറിഞ്ഞില്ല. അപ്പോൾ എത്ര വലിയ ഭീകരമായ അപകട സാധ്യതകളായിരുന്നു. നമ്മുടെ വിമാനത്താവളത്തിൽ ഇറങ്ങി, അവിടെയും സുരക്ഷാ വീഴ്ചയുണ്ട്. അവൻ ഇനിയിപ്പോൾ കാബൂളിൽ നിന്നൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കാനും കുട്ടികളെ ചാവേറായിട്ട് ഉപയോഗിക്കാറുണ്ട് തീവ്രവാദികൾ. അങ്ങനെ നമ്മുടെ വിമാനത്താവളത്തിൽ വന്നിട്ട് സ്ഫോടനം നടത്താനായിരുന്നെങ്കിലോ? ഏതായാലും നമ്മുടെ CISF കണ്ടു, പിടിച്ചു, അവനെ തിരിച്ചയച്ചു. അപ്പോൾ ഈ താലിബാൻ എന്ന് പറയുന്ന രാജ്യം
നിലവിലുള്ള സിസ്റ്റം എത്ര ഭീകരമാണ് എന്നതുകൂടെ ഇത് വെളിവാക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതങ്ങളാണ്. ഇപ്പോൾ രണ്ടാമത്തെ സംഭവം നടന്നത് ഈ പറഞ്ഞ പോലെ വാരണാസിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഒരു യാത്രക്കാരൻ പെട്ടെന്ന് എണീറ്റ് കോക്പിറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നു. പൈലറ്റ് ഇരിക്കുന്ന സ്ഥലമാണല്ലോ, പൈലറ്റ് ഇരിക്കുന്ന അത് ഇന്നലെ നടന്നതാണ്. കോക്പിറ്റിലേക്ക് എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, കോക്പിറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു ബട്ടണുണ്ട്, മറ്റേ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് അടിച്ചപ്പോൾ ഡോർ തുറക്കാനുള്ള ഡോർ ഓപ്പണായി. പക്ഷെ പൈലറ്റ് അപ്പം തന്നെ എന്ത് ചെയ്തെന്നറിയോ, വിമാനം ഹൈജാക്ക് ചെയ്യാൻ പോകുന്നത് പൈലറ്റിനെ അവിടെ നിന്ന് ലോക്ക് ചെയ്യാം. പൈലറ്റ് ലോക്ക് ചെയ്തു അകത്തോട്ട് ആൾ കയറാതിരിക്കാൻ. അപ്പോൾ ഉടനെ എല്ലാവരുടെ വിമാനത്തിൻ്റെ ക്രൂ എല്ലാം ഭയചകിതരായി. ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ മൂത്രം ഒഴിക്കാൻ വന്നതാണ്, ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയതാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്, രാത്രിയിൽ വാതിൽ തുറന്ന് മൂത്രം ഒഴിക്കുന്ന അലമാര എന്ത് പറഞ്ഞതുപോലെ ചിരിക്കല്ലേ, അതിനകത്ത് പ്രശ്നമുണ്ട്. അതിനകത്ത് പ്രശ്നം ചിരിക്കാൻ നമുക്ക് തോന്നും, പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾ വന്ന് അടിച്ച പാസ്കി കൃത്യമായിരുന്നു, കറക്റ്റായിരുന്നു. അതെങ്ങനെ സംഭവിക്കും? ചിലപ്പോൾ ലെക്ക കറക്കെ കുത്തിയതായിരിക്കാം അല്ലേ? അതൊരു വലിയ അത്ഭുതം. അതുകൊണ്ട് സംശയമായി. ഇയാൾ ഒരു 7 പേരുള്ള സംഘത്തിൻ്റെ കൂടെയാണ് വന്നത്. ഇയാളെ CIS പിടിച്ചു, ഫൂൽപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പക്ഷേ ഇപ്പോഴും അത് പൈലറ്റ് അപ്പം തന്നെ ATCയിലേക്ക് മെസ്സേജ് കൊടുത്തു, എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെസ്സേജ് കൊടുത്തു, വിമാനം ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞു. താഴെ എല്ലാ സന്നാഹങ്ങളുമായിട്ട് പോലീസും ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം റെഡിയായി. ഇയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇയാളെയും ഇയാളുടെ കൂടെയുള്ള സംഘത്തെയും ഫൂൽപൂർ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്ന ഒരാൾ കോക്പിറ്റിലേക്ക് മൂത്രം ഒഴിക്കാൻ കോക്പിറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് കാരണം അവിടെയൊക്കെ എഴുതി വെക്കുമല്ലോ, ലാബറട്ടറി എന്നുള്ളത് എഴുതി വെക്കും. പിന്നെ ലാബറട്ടറി കയറാൻ പാസ്വേഡ് അടിച്ച് കയറണം എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു ലാബറട്ടറിക്കും പാസ്വേഡ് ഉണ്ടാകത്തില്ല. പിന്നെ ഇയാളടിച്ച പാസ്വേഡ് ഈ പൈലറ്റിൻ്റെ കോക്പിറ്റിലേക്ക് കയറാൻ കൃത്യമായത് എങ്ങനെയാണ്? ഇതൊക്കെ ദുരൂഹമാണ്. അപ്പോൾ ഒരു വിമാനവുമായി ബന്ധപ്പെട്ട ദുരൂഹമായ 2 സംഭവങ്ങൾ ഇന്നലെ നടന്നു. രണ്ടും കാഷ്വാലിറ്റിയും അപകടമൊന്നുമില്ല, എന്നാൽ പോലും ചില വീഴ്ചകൾ സംഭവിച്ചു. നമ്മൾ ഇതുപോലൊരു കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. മുംബൈയിലെ നാവികസേന ആസ്ഥാനത്ത് നിന്ന് കാവൽ സെൻറ്ററിൽ നിൽക്കുന്ന ആളുടെ തോക്കടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് അല്ലേ? അപ്പം ചില ആളുകളൊക്കെ പറഞ്ഞു അതെങ്ങനെ സംഭവിക്കും, ഒരിക്കലും സംഭവിക്കത്തില്ല, തോക്ക് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആളെ പിടികൂടി മാത്രമല്ല പിന്നീട് അവരുടെ വിഷ്വലൊക്കെ ചാനലുകളൊക്കെ കാണിച്ചു. ഇവർ പറഞ്ഞു ശരിയാണ്. അന്ന് നമ്മളെ കുറ്റം പറഞ്ഞു. ചുമ്മാ രണ്ടും കൂടെ സിനുവും സുനിലും കൂടെ വന്നിട്ട് തള്ളുകയാണ്. അങ്ങനൊന്നും സംഭവിക്കത്തില്ല, തോക്ക് കൈമാറത്തില്ല, തോക്ക് അവരവരുടെ തോക്കാണ്. സംഭവം നടന്നു. ഒരാൾ അതിൽ ഒരു പ്രതി കൊച്ചി നേവൽ ബേസിലെ ഉദ്യോഗസ്ഥനായിരുന്നു, അഗ്നിവീർ ആയിരുന്നു, എന്നൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം പറയുന്നതുകൊണ്ട് വേറൊരിടത്തും കണ്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരോട് നമുക്ക് സഹതപിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.